ഹായ്, ഞാൻ RJ ഹരിചന്ദ്രൻ മഠം. പലപ്പോഴും മാതാപിതാക്കൾ കുട്ടികളെക്കുറിച്ച് പറയുകയാണ്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് വലിയ ബഹുമാനമൊന്നുമില്ല, അവർ ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം എടുക്കുന്നു, നമ്മൾ പറയുന്ന കാര്യങ്ങളെ ബഹുമാനത്തോടെ കേൾക്കുന്നില്ല, കുട്ടികളുടെ വഴിതെറ്റിപ്പോകുന്നു, ആവശ്യമില്ലാത്ത അഹങ്കാരബോധം ഇവരിലുണ്ട് എന്നിങ്ങനെ ഒരുപാട് പരാതികൾ പുതുതലമുറയെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ പുതിയ കുട്ടികളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, മാതാപിതാക്കൾ അത്ര അപ്ഡേറ്റ് അല്ല, അവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ നൂറ്റാണ്ടിലൊന്നുമല്ല അവർ ജീവിക്കുന്നത്, ഇവരുമായിട്ട് എങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന പുതുതലമുറയിലെ കുട്ടികളെയും കാണുന്നുണ്ട്. ഈ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ആശയവിനിമയത്തിൽ എന്തൊക്കെയാണ് അപാകതകൾ സംഭവിക്കുന്നത്, ഇത് എങ്ങനെ നമുക്കൊന്ന് തിരുത്തി കൊണ്ടുപോകാം എന്നൊക്കെയുള്ള കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത്. ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യസ്തമായിരിക്കും, എങ്കിലും ഞാനൊരു 10 പോയിന്റ് ഇതിൽ പറയാം. ഇതിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തിയേക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതുവരെയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യണം. ഇന്നത്തെ മാതാപിതാക്കളും കുട്ടികളും വളർന്ന സാഹചര്യം വ്യത്യസ്തമായിരുന്നു. പണ്ട് കാലത്ത് നമുക്കറിയാം, അന്നത്തെ പരിമിതികൾ ഒരുപാടായിരുന്നു. സാധാരണ കുടുംബങ്ങളിലൊന്നും ഇന്നത്തെ പോലെ ഒരു സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മിക്കവരും പട്ടിണി, പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ജോലിയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയിരുന്നത്. മാത്രമല്ല, മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു. അവരെ ബഹുമാനിച്ചില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നല്ല തല്ലൊക്കെ കിട്ടുന്ന കാലഘട്ടമായിരുന്നു അന്ന്. മാത്രമല്ല, നമുക്ക് ഗുരുഭക്തി, ഭയഭക്തി, ബഹുമാനങ്ങൾ ഇവയൊക്കെ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്ന കാലഘട്ടമായിരുന്നു. എന്നാൽ ഇന്നത്തെ കുട്ടികൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ്. അവർക്ക് പണ്ടത്തെ മൂല്യബോധങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. അവരുടെ സ്വാതന്ത്ര്യ വാഞ്ച കൊണ്ട് തന്നെ ഇന്നത്തെ ലോകം കുറച്ചുകൂടി പുരോഗതിയിൽ വരുന്നതുകൊണ്ട് അറിവുകൾ കൂടുതലായിട്ട് അവർക്ക് കിട്ടും. നമ്മൾ ഏതാണ്ട് അനുഭവങ്ങളിലൂടെ പഠിച്ച പാഠങ്ങളെക്കാളും ഇവർ പലരും അനുഭവിച്ച പാഠങ്ങളെ നേരത്തെ കൂട്ടി വായിച്ചറിഞ്ഞും കേട്ടറിഞ്ഞും ഒക്കെ അവരുടെ വിജ്ഞാനം വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം എന്നുള്ളത് എന്തിൻ്റെയെങ്കിലും കീഴെ അടിമപ്പെടുത്താനുള്ള ഒന്നല്ല എന്നുള്ള ചിന്താഗതി ഇപ്പോഴത്തെ പുതുതലമുറയിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിയന്ത്രിച്ച് ശാസിച്ചും അവരെ ഒരു പിടിയാലും നിർത്താനൊന്നും അങ്ങനെ പറ്റുകയില്ല. അങ്ങനെ കുട്ടികളെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മാതാപിതാക്കളും കുട്ടികളുമായിട്ടുള്ള ആ ഇഴുകിച്ചേരൽ, ആ ബോണ്ടിങ് നഷ്ടമായി പോകുന്നത്. എന്നാൽ കുട്ടികളെ പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിനോടൊപ്പം ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. അവനും കുട്ടികളും തമ്മിൽ ഫ്രണ്ട്സിനെ പോലെ ഇടപഴകി പോകുന്നതാണ്. പരസ്പരം വളരെ സന്തോഷത്തോടു കൂടി കടന്നു പോകുന്ന എത്രയോ പേരെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ചില മാതാപിതാക്കളാകട്ടെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ ആശങ്കാകുലരാണ്. ഇങ്ങനെ പോയാൽ ഇവരുടെ ജീവിതം എന്തായി മാറും? ഇവർ മോശപ്പെട്ട വഴിയിൽ സഞ്ചരിക്കുമോ? ഇവരെ കൊണ്ട് നമുക്കെന്തെങ്കിലും പ്രയോജനം കിട്ടാതെ പോകുമോ? എന്നൊക്കെയുള്ള പല ചിന്തകളും ഇവരെ മരിഞ്ഞു മുറുക്കുന്നുണ്ട്. നമുക്ക് ഓരോ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം ചിന്താഗതിയിലെ വ്യത്യാസം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അരക്ഷിതാവസ്ഥയിൽ മുഴുകി ജീവിച്ചു വന്നവർ വളരെ കഷ്ടപ്പെട്ട് ഒരു പൊസിഷനിലൊക്കെ എത്തിച്ചേർന്നവരാണ് ഇന്നത്തെ മാതാപിതാക്കളിൽ ബഹുഭൂരിപക്ഷം പേരും. അവരുടെ ജീവിതത്തിലെ ഒരുപാട് യാതനകളുടെ കഥ പറയാനുണ്ടായിരിക്കും. കാര്യം അവർ ഓരോ കാര്യങ്ങൾ നേടിയെടുത്തതിന് പിന്നിൽ അവരുടെ ചോര നീരാക്കിയ സന്ദർഭങ്ങൾ ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ അത്ര അനുഭവത്തിൻ്റെ ആ തഴക്കവും പഴക്കവും കൊണ്ട് മുന്നോട്ട് വന്നവർക്ക് കുട്ടികളുടെ ലളിതമായിട്ടുള്ള ഒരു ജീവിതശൈലി അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നേക്കാം. കാര്യം രാത്രി വൈകി കിടന്നുറങ്ങി അതിരാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടികളൊക്കെ ചെയ്ത് പഠിച്ച് നന്നായിട്ട് നിലയിലെത്തിയവർക്ക് കുട്ടികൾ 7 മണിക്കും 8 മണിക്കും വരെ കിടന്ന് ഉറങ്ങുന്നതും പാതിരാത്രി വരെ കറങ്ങി നടക്കുന്നതെന്ന് ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നേക്കാം. ഇതൊക്കെ അവർ ചോദ്യം ചെയ്തു എന്ന് വന്നേക്കാം. മാത്രമല്ല, കുട്ടികൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, അതായത് അവരുടെ സ്വാതന്ത്ര്യത്തിൽ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തെറ്റാണ് എന്നുള്ളൊരു ബോധ്യം ഈ മാതാപിതാക്കളിലേക്ക് വരികയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളർന്ന സാഹചര്യം മാറിപ്പോയി. അന്നത്തെ കൃഷിസ്ഥലങ്ങളും അന്നത്തെ കൃഷി ഉപകരണങ്ങളും അന്ന് നമ്മൾ കണ്ട പരിമിതമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഇന്ന് മുന്നിലുള്ളത്. ഇന്ന് വിശാലമായ ലോകം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ എത്രയോ വ്യത്യാസമായിരിക്കും. അപ്പോൾ ആ കാലത്തിനനുസരിച്ച് കുട്ടികൾ അപ്ഡേറ്റ് ചെയ്ത തലമുറയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യകാംക്ഷ ഇവർക്ക് കൂടുതലായിരിക്കും. ജീവിതത്തെ ഒന്ന് ആസ്വദിച്ച് മുന്നോട്ട് പോകണമെന്നായിരിക്കും ഇപ്പോഴത്തെ തലമുറ ചിന്തിക്കുന്നത്. പണ്ടത്തെ പോലെ അടിമ അടക്കാനോ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഒരു അധ്വാനിച്ച് ചോര നീരാക്കി ജീവിക്കാനൊന്നും ചിലപ്പോൾ പുതിയ തലമുറയിലെ എല്ലാവരും തയ്യാറായി എന്ന് വരില്ല. കാരണം അതൊരു കാലഘട്ടം അങ്ങനെയായിരുന്നു. ഇന്ന് നമ്മൾ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്നതാണ് കൃഷിയിലായാലും എല്ലാ കാര്യത്തിലുമായിട്ടും ഉണ്ടാകുന്നത്. നമ്മൾ പണ്ട് ഒരുപാട് അധ്വാനിച്ച കാര്യങ്ങൾ
ഇവർ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്ത് തീർത്ത് മുന്നോട്ട് വരാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ഈ പുതുതലമുറയുടെ ഈ കാര്യങ്ങളെല്ലാം തെറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. കാര്യം അന്നേ കാലഘട്ടത്തിൽ ഡെവലപ്മെൻറ്റ് കുറച്ച് സ്ലോലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പൂപ്പൻ, അച്ഛൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പകർന്നു തന്ന കാര്യങ്ങൾ നമുക്ക് ഏതാണ്ട് അതേപടി ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷേ കാലം മാറിയത് വേഗതയിലാണ്. അതുകൊണ്ട് തന്നെ ആ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ പെട്ടെന്ന് സംഭവിച്ചു. അതുകൊണ്ട് നമ്മൾ ജീവിച്ചതുപോലെ അവർ ജീവിക്കണമെന്ന് പറയുന്ന ഘട്ടത്തിൽ നിന്ന് മാറിപ്പോയി. എന്തായാലും മനസ്സിലാക്കേണ്ട കാര്യം, മാതാപിതാക്കൾ പുതുതലമുറയെ കുറച്ചുകൂടി പഠിക്കുകയും നമ്മൾ വളർന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്ന് തിരിച്ചറിവുണ്ടാക്കുകയും വേണം. അതുപോലെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു കാലഘട്ടത്തിൽ അച്ഛനമ്മമാർ ജീവിച്ചത് അങ്ങനെയായിരുന്നു. അവരുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ പഠിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ അലസമായിട്ട് ടൈം വേസ്റ്റ് ആക്കുന്ന കാര്യങ്ങളെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി നമ്മളെ പ്രൊഡക്ടിവിറ്റി കുറച്ചുകൂടി കൂട്ടിയാൽ വളരെ ഗുണകരമാകും എന്ന് ഈ കുട്ടികൾ ചിന്തിക്കണം. അച്ഛനമ്മമാർ പറയുന്ന എല്ലാം ഒരു പഴഞ്ചനായതുകൊണ്ട് പറയുന്നതെന്ന് ചിന്തിക്കരുത്. പകരം നമുക്ക് ഇതിൽ നിന്ന് എന്ത് പാഠം പഠിക്കാം എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ കഴിവുകൾ വളരും. നമ്മൾ ഇപ്പോൾ എന്താണോ അതിനേക്കാൾ 10 മടങ്ങ് മികച്ച ആൾക്കാരായിട്ട് മാറാൻ സാധിക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയാണ്. ഇന്നത്തെ മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യം കുട്ടികൾ മൊബൈൽ ഫോണിൽ കൂടുതൽ നേരം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾ പറയാൻ ഞങ്ങൾക്ക് കുറേയധികം പഠിക്കാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടുമായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ചില ഡിജിറ്റൽ വർക്കുകൾ ചെയ്യാനുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിൽ കുറച്ച് അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ കുറച്ച് കാണാനുണ്ടായിരുന്നു. പക്ഷേ മാതാപിതാക്കൾ പറയുന്നത് ഇവൻ പഠിക്കുന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഇവൾ പഠിക്കുന്നില്ല, സദാസമയം മൊബൈൽ നോക്കിക്കൊണ്ട് സമയം കളയുന്നു എന്നുള്ള മട്ടിലാണ്. നമ്മൾ കാണേണ്ടത് മാറുന്ന ലോകത്തിൽ ഇത്തരം ഗാഡ്ജറ്റുമായിട്ട് കുട്ടികൾ കൂടുതൽ ഇടപഴകുക സ്വാഭാവികമാണ്. അവർ ജനിച്ച് വളർന്നപ്പോൾ മുതൽ ഇത് കാണുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ദോഷങ്ങളെക്കുറിച്ച് കുട്ടികൾക്കൊന്ന് ബോധ്യപ്പെടുത്തുക. കണ്ണിൻ്റെ പ്രശ്നം ഉണ്ടാകും, കൂടുതൽ നേരം നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ മറ്റ് ആക്ടിവിറ്റീസ് അവിടെ നിന്ന് പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുക. അതും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഇത്തരം ക്ലാസ്സുകൾ നൽകുന്ന പല കാര്യങ്ങളുണ്ട്. അത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, അത്തരം ലിങ്കുകൾ കൊടുക്കാം. ചിലപ്പം നമ്മൾ നേരിട്ട് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അവർ വായിച്ചോ കേട്ടോ അത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല കുട്ടികൾ മനസ്സിലാക്കേണ്ടത് നമ്മളിങ്ങനെ കുറേ സമയം ഇങ്ങനെ വേസ്റ്റാക്കിക്കൊണ്ടിരുന്നാൽ നമുക്കത് ഗുണകരമില്ല. എന്നാൽ നമ്മൾ ഈ കാലത്തിനൊത്ത് ജീവിക്കണമെന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും ഉപേക്ഷിച്ചിട്ട് ജീവിക്കാനും പറ്റില്ല. നമ്മുടെ ഈ സ്ക്രീൻ സ്പേസ് കുറച്ചൊന്ന് കുറയ്ക്കണം. നമ്മളിപ്പം കാണുന്നുണ്ടല്ലോ പാശ്ചാത്യ ലോകത്തൊക്കെ കുട്ടികൾ ഈ ഇത്തരം ഗാഡ്ജറ്റുകളിൽ നിന്ന് കുറച്ച് പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. സമയത്തിൽ കുറച്ച് നേരം മാത്രമേ അവർ ഉപയോഗിക്കുന്നു. പഴയ വാക്മാനൊക്കെ എടുത്ത് ചെവിയിൽ വെച്ച് അവർ പഴയ കാലഘട്ടത്തിൽ 80s 90s ആൾക്കാർ ജീവിച്ചതുപോലെയൊക്കെ പ്രകൃതിയോടൊക്കെ ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കുറേ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആയതിനു ശേഷം അവർ പുറത്തേക്ക് വരുന്ന ഒരു രീതിയാണ്. നമുക്ക് അങ്ങോട്ട് പോകണ്ട, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചോളൂ കുറച്ച് നേരം വേണ്ടി. ഈ സോഷ്യൽ മീഡിയ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ടൈം പോകുന്ന അറിയില്ല. എനിക്ക് തന്നെ പലപ്പോഴും പറ്റിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നല്ല സബ്ജക്റ്റ് ആയിരിക്കും കണ്ടത്, പിന്നെ സ്ക്രോൾ ചെയ്തപ്പോൾ വേറൊന്നും കണ്ട്, അത് കഴിഞ്ഞ് വേറൊന്നും കണ്ട്, ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അനിയന്ത്രിതമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയും നമുക്ക് നല്ല പണിയൊന്നുമില്ലാതെ ഡോപ്പമിൻ നന്നായിട്ട് കിട്ടും. ആസ്വാദനത്തിൻ്റെ ഒരു ഹോർമോണാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. അത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ജീവിതത്തിന് വേണ്ടുന്ന വാല്യൂസ് അവിടെ നമ്മൾ എടുക്കില്ല. പരമാവധി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ നിർബന്ധപൂർവ്വം ഒരു അലാറമോ മറ്റൊക്കെ വെച്ചിട്ട് നമ്മളിൽ നിന്ന് സ്റ്റോപ്പ് വാച്ചുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് പുറത്തു കിടക്കണം. മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? നമ്മുടെ സമയം വേസ്റ്റ് ആക്കരുത്, നമ്മൾ ഒന്നിലേക്ക് അഡിക്റ്റ് ആയി പോകരുത് എന്നുള്ള രീതിയിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ചേർന്ന് ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്ത് ഒരു ടൈം സ്പേസ് വെച്ചിട്ട് ആ ടൈമിൽ മാത്രമേ ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിൽ കുട്ടിയും ഒരു തീരുമാനത്തിലേക്ക് വന്നാൽ ഇവർ തമ്മിലുള്ള അനുരഞ്ജനം നന്നായിട്ട് നടക്കും. ഇനി മൂന്നാമത്തെ കാര്യം സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസമാണ്. ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, സ്വാതന്ത്ര്യബോധം അവർക്ക് കുറച്ച് കൂടുതലാണ്. പക്ഷേ മാതാപിതാക്കൾ അവരുടെ സ്വാതന്ത്ര്യത്തെ വല്ലാതെ ഭയപ്പാടോടുകൂടിയാണ് കാണുന്നത്. ഇവർ വഴിതെറ്റി പോകുമോ, ഈ ദുസ്വാതന്ത്ര്യമായി മാറുമോ എന്നൊക്കെയുള്ള കാര്യമാണ് ഇവർ എടുക്കുന്നത്. ഈ കുട്ടികൾ പറയും, എൻ്റെ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് എനിക്കറിയാം, ഞാൻ ഈ പഠിച്ചിരിക്കുന്ന അതിനൊക്കെ വേണ്ടി തന്നെയാണ്. അപ്പോൾ മാതാപിതാക്കൾ പറയും അതെങ്ങനെ പാടില്ല, നിൻ്റെ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് ഞങ്ങളും കൂടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരാം. കാര്യം ഞങ്ങൾ കുറച്ച് അനുഭവ സമ്പത്തുള്ളവരാണ്, ഞങ്ങൾ ജീവിതത്തെ കുറേ കണ്ടവരാണ്, കുറേ ഓണം ഉണ്ടവരാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതനുസരിക്കൂ എന്നുള്ള രീതിയിൽ. പക്ഷേ കുട്ടി അതിന് തയ്യാറാവില്ല. അവൻ പറയും നിങ്ങൾ പഴഞ്ചരാണ്, നിങ്ങൾ പറയുന്ന എല്ലാ കാര്യം കേട്ടുകൊണ്ടിരുന്നാൽ എൻ്റെ ജീവിതം വേറെ ഏതെങ്കിലും വഴിക്ക് പോകും എന്ന് പറയും. ഇതാണ് ഇവർ തമ്മിലുള്ള ആശയവിനിമയത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം അധികം അനുവദിക്കാതിരിക്കുന്നത് അവരുടെ സുരക്ഷയെ മുൻനിർത്തിയിട്ടാണ്. ഇവനെന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിപ്പോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് അവർ പലതും കണ്ടറിഞ്ഞിട്ട് ചെയ്യുന്നത്. കുട്ടികളാണെങ്കിലോ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ലഹരിയിൽ വരും വരായികളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ കുട്ടികൾ വിചാരിക്കുന്നത് എന്താണ്, ഈ തങ്ങളുടെ സുരക്ഷയെ അച്ഛനമ്മമാർ മുൻനിർത്തി പറയുമ്പോൾ തങ്ങളെ വല്ലാതെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, തങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കടിഞ്ഞാണിടുന്നു എന്നുള്ള രീതിയാണ്. അപ്പോൾ ഈ മാതാപിതാക്കളും കുട്ടികളും പരസ്പരം ഈ സുരക്ഷാബോധത്തെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് എന്താണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടേണ്ടത് എന്നുള്ള കാര്യത്തിലൊരു പൊതുധാരണ, പ്രധാനമായിട്ട് കുട്ടിയെ കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇങ്ങോട്ട് പറയിക്കുകയാണ് നല്ലത്. കാര്യം നമ്മൾ എങ്ങനെ കാണപ്പെടണം, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ പറ്റിപ്പോകാം എന്നുള്ളത് ചർച്ച ചെയ്യുമ്പോൾ കുട്ടിയെ കൊണ്ട് ഇങ്ങോട്ട് പറയിക്കാൻ തരത്തിലുള്ള ചില ഇൻപുട്ടുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. മാത്രമല്ല അപ്പോൾ കുട്ടിയിലൊരു ബോധം ഉണ്ടായി വരും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത്. പലപ്പോഴും അത് അത്ര ലളിതമായിട്ടുള്ള കാര്യമല്ല. ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ചെന്ന് പറഞ്ഞാൽ അവർ കേൾക്കാനൊന്നും പോകണില്ല. ആദ്യമേ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ആ കാര്യങ്ങളെ ആ കുട്ടിക്ക് മനസ്സിലാകും. അവനോടൊപ്പം ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഉയർത്തണം. അതായത് നമ്മൾ പഴയ തലമുറയിൽ നിന്ന് പറയാതെ നമ്മൾ അവനോടൊപ്പം സഞ്ചരിച്ച് അല്ലെങ്കിൽ അവൾക്കൊപ്പം സഞ്ചരിച്ച് പുതിയ തലമുറയിൽ ചെന്ന് നിന്നിട്ട് ഒപ്പം നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം ഓരോ വ്യക്തിയും. അങ്ങനെ ചെന്ന് നിന്നിട്ട് പറയുമ്പോഴായിരിക്കും അവർക്ക് ആ ബോധ്യം കൂടുതലായിട്ട് കിട്ടുക. ഇനി നാലാമത്തെ കാര്യം കരിയറിലെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പല കുട്ടികൾക്കും തങ്ങളുടെ കരിയറിനെ കുറിച്ച് ചില ധാരണകളൊക്കെ ഉണ്ട്. പക്ഷേ മാതാപിതാക്കൾ ഇപ്പോഴും ഡോക്ടർ, എഞ്ചിനീയർ, അധ്യാപകൻ എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്കാണെങ്കിലോ തങ്ങൾക്ക് പുതുതായിട്ട് ചില സ്റ്റാർട്ടപ്പുകൾ തുടങ്ങണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയാണ്. എന്നാൽ പണ്ട് കാലം തൊട്ടേ ഈ ഡോക്ടർ, എഞ്ചിനീയർ, കളക്ടർ ഇതൊക്കെയാണ് വലിയ പോസ്റ്റ് എന്നുള്ള രീതിയിൽ അവരുടെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും ഇപ്പോഴത്തെ സമൂഹത്തിൽ ചില ഗുണവശങ്ങൾ അതിനുള്ളതുകൊണ്ടും മാതാപിതാക്കൾ കുട്ടികളെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആ മേഖലയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. കുട്ടികൾ കുറച്ചുകൂടി ലോകത്തിനെ വിശാലമായിട്ട് കണ്ടിട്ട് തൻ്റെ കഴിവ് ഏത് മേഖലയിലാണ് കൂടുതൽ ശോഭിക്കുക എന്നുള്ള തിരിച്ചറിഞ്ഞിട്ട് അതിലേക്ക് പോകാൻ ശ്രമിക്കും. അങ്ങനെ ഇവർ തമ്മിലുള്ള ആശയപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. പലപ്പോഴും ഇന്നും കുട്ടികളെ ഒന്ന് പഠിച്ചു തുടങ്ങുമ്പോൾ പറയും, പഠിച്ച് മിടുക്കനായ ഡോക്ടറാവണം, മിടുക്കനായ എഞ്ചിനീയർ ആവണം എന്നൊക്കെയായിരിക്കും മുത്തച്ഛനും അച്ഛനും അങ്ങനെയൊക്കെയുള്ള കാണുന്നവരെല്ലാം പറയുന്നത്. പക്ഷേ കുട്ടി കുറച്ചുകൂടി വളർന്നു വരുമ്പോൾ അവൻ്റെ താല്പര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയും. ഡോക്ടർ ആവാൻ ആഗ്രഹമുള്ളവൻ ആ വഴിക്ക് തന്നെ പോവും, എഞ്ചിനീയർ ആവാൻ താല്പര്യമുള്ളവൻ ആ വഴിക്ക് തന്നെ പോവും. പക്ഷേ അച്ഛനമ്മമാർ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടിയെടുത്ത് പറയുകയാണ് നീ ഡോക്ടർ ആവണമെന്ന് പറയുമ്പോഴാണ് അവിടെ പ്രശ്നം. ചിലപ്പോൾ അവന് സ്പോർട്സിൽ മികച്ച ഒരാളാവാനായിരിക്കും താല്പര്യം, ചിലപ്പം വേറൊരു കാര്യം കൺസ്ട്രക്ഷൻസ് ആയിരിക്കും താല്പര്യം. അവനെ പിടിച്ചിട്ട് നമ്മൾ ഒരു അധ്യാപകനാക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടന്നില്ല എന്ന് വരും. അതാണ് ചില കുട്ടികൾ വലിയ ഫീസൊക്കെ മുടക്കി കോഴ്സുകളിലൊക്കെ ചേർന്നിട്ട് പിന്നെ എല്ലാ പേപ്പറും പോയിട്ട് ജീവിതത്തിൽ ഒന്നും ആവാതെയൊക്കെ തിരിച്ചു വന്നിരിക്കുന്നത് കണ്ടിട്ടില്ലേ? എത്രയോ കുടുംബങ്ങളിൽ എങ്ങനെയുണ്ട്? പൈസ പോയത് മാത്രം മിച്ചം, അവരുടെ കരിയറും കൂടെയാണ് ഈ മാതാപിതാക്കൾ തങ്ങളുടെ താല്പര്യം അനുസരിച്ച് നശിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എപ്പോഴും പഠിക്കുന്ന കാര്യത്തിൽ കുട്ടികളുടെ ഭാവനയും കൂടി നമ്മൾ തിരിച്ചറിയണം, അവരുടെ കഴിവും കൂടെ തിരിച്ചറിയണം, അവൻ്റെ ടേസ്റ്റും കൂടെ തിരിച്ചറിയണം. ആ മേഖലയിലേക്ക് അവനെ നടത്താനുള്ള ശ്രമം നടത്തുമ്പോഴാണ് ഈ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആ തർക്കങ്ങൾ കുടുംബത്തിൽ നിന്ന് അകന്നു പോവുക. ഇനി അഞ്ചാമത്തെ കാര്യം ജീവിത രീതിയിലെ വ്യത്യാസം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പുതിയ കുട്ടികളാണെങ്കിൽ ധരിക്കുന്ന വസ്ത്രങ്ങളൊന്നും പല മാതാപിതാക്കൾക്കും അവിടെയുള്ള അപ്പൂപ്പനൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഇരുന്ന് കുറ്റം പറയും, ഇതെന്താണ് മുട്ടോളം എത്തിയ തുണി ഇട്ടുകൊണ്ടാണോ നീ വെളിയിൽ പോകുന്നത്, അല്ലെങ്കിൽ ഇതിനൊക്കെ ഇങ്ങനെ നേരാവണ്ണം വസ്ത്രം ധരിച്ചുകൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഈ മാതാപിതാക്കളോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരൊക്കെ ചോദിക്കും. കുട്ടികളാവട്ടെ അവർ തുറന്ന് ഇടപഴകുന്ന സമൂഹത്തിൽ അവർക്കിതൊരു സാധാരണ കാര്യമാണ്. അപ്പോൾ ഒരാൾ ഇതിലെ അസഭ്യത കാണുമ്പോൾ മറ്റേ കുട്ടികളാവട്ടെ, പുതിയ തലമുറയിലെ കുട്ടികളാവട്ടെ, അതൊരു സാധാരണ കാര്യമായിട്ടാണ് കാണുന്നത്. ഇവർ തമ്മിൽ ഉള്ള തർക്കങ്ങൾക്ക് ഇത് കാരണമാകും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഏതൊരു വസ്ത്രധാരണ രീതിയായാലും ഒരു പരിധി കഴിഞ്ഞ അസഭ്യമാകും എന്നുള്ള കാര്യം കുട്ടികൾ, പുതിയ തലമുറയെ മനസ്സിലാക്കണം. എന്നാൽ കുറച്ച് മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ചു എന്ന് പറഞ്ഞ് പെൺകുട്ടികളോ ആൺകുട്ടികളോ അതിങ്ങനെ മോശമായി പോവുകയില്ല എന്ന് ഈ മാതാപിതാക്കൾ മനസ്സിലാക്കണം. കാരണം പറയുകയാണെങ്കിലും ഒരു പെൺകുട്ടിക്ക് അവളുടെ പുരികം ഒന്ന് ഷേപ്പ് ചെയ്യണം, പക്ഷേ മാതാപിതാക്കൾ അതിൽ സമ്മതിക്കില്ല. ഇത് കാട് പിടിച്ചിട്ടുള്ള പോലത്തെ ഒരു പുരികമാണ്, അവളെ പലരും കളിയാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അതുമൂലം അവളെ അനുഭവിച്ച പ്രശ്നം ഭയങ്കരമായിരുന്നു. പിന്നീട് പൂർണ്ണമായിട്ട് മാതാപിതാക്കളെ ധിക്കരിച്ച് അവൾ എപ്പോഴും ഒരു മേക്കപ്പ് ഓറിസ്റ്റിൻ്റെ സമീപത്ത് പോയി. മാതാപിതാക്കളോടുള്ള ഒരു വാശിയാണ് അത് കാരണം അവൾ വേണ്ടാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചത് എനിക്കറിയാം. പിൽക്കാലത്ത് ഞാനിത് പറഞ്ഞ് തിരുത്തിയതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് മാതാപിതാക്കളും കൂടെ അപ്ഡേറ്റ് ചെയ്യാത്ത വരുന്ന പ്രശ്നങ്ങൾ അത് ഇവിടെ പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇനി ആറാമത്തെ കാര്യം ആശയവിനിമയത്തിലെ പ്രശ്നങ്ങളാണ്. ഈ കുട്ടിയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പലപ്പോഴും മാതാപിതാക്കൾ അങ്ങനെ
ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. സ്കൂളിൽ നമ്മൾ മാർക്കിന് വേണ്ടിയിട്ട് അവനെ കുറേ പുഷ് ചെയ്യുന്നു, അവളെ പുഷ് ചെയ്യുന്നു. പക്ഷേ അവിടെ ചിലപ്പം ഒറ്റപ്പെടുന്ന ഒരു മാനസികാവസ്ഥ കുട്ടിക്കുണ്ടാവാം, ചില വ്യക്തികളിൽ നിന്നുള്ള ഉപദ്രവങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടാവാം. ഇതൊന്നും മാതാപിതാക്കൾ ചിലപ്പോൾ ചോദിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ ആ കുട്ടി ഷെയർ ചെയ്യാൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല തന്നെ ഇത്ര ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് മാതാപിതാക്കളാണ് എന്നുള്ള ചിന്താഗതിയും കൂടെ, അവരുടെ താല്പര്യത്തിനനുസരിച്ച് എന്നെ ഇങ്ങനെ ബലിയാടാക്കിയെന്നവരെ ചിലപ്പോൾ കുട്ടികൾ അവരുടെ ഈ മാനസികാവസ്ഥ കൊണ്ട് ചിന്തിച്ച് പോയേക്കാം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കുട്ടിയുടെ മാനസിക ആരോഗ്യത്തെ മുൻനിർത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്യണം. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, കുട്ടിക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഇതെല്ലാം അച്ഛനമ്മമാർ ചോദിച്ചറിയണം, അവരോട്ട് ഒത്തുചേർന്ന് സഞ്ചരിക്കണം. അവരെ നിർബന്ധപൂർവ്വം ഓരോന്നിലേക്ക് തള്ളിവിടുമ്പോൾ ഇതിവരെ കൊണ്ട് തുമ്പിയെ കൊണ്ട് നമ്മൾ കല്ലടിപ്പിക്കാൻ പോവുകയാണോ എന്നുള്ള കാര്യവും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതുമൂലം വന്നു ചേരാം. ഇതുപോലെ തന്നെ മാതാപിതാക്കൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചില കുട്ടികളാണെങ്കിൽ ഇവരുടെ അടുത്തൊന്നും തുറന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇരിക്കാറുണ്ട്. അതും പാടില്ലാത്ത കാര്യമാണ്. കാര്യം അനുഭവ പാരമ്പര്യമുള്ളതാണ് എപ്പോഴും മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ. നിങ്ങൾ വലിയ കീറാമുട്ടിയാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ പോലും ഇവർക്ക് ഈസിയായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. കണ്ടിട്ടില്ലേ, പുതിയ കുട്ടികളൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ വിഷയത്തിന് കയറി ആത്മഹത്യയൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ, ആടത്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കിട്ടും. അവർക്ക് അടുത്ത ദിവസങ്ങൾ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കാര്യത്തിനെയും മാനേജ് ചെയ്യാതെ കുറച്ച് കാര്യങ്ങൾ മാതാപിതാക്കളോട് ഷെയർ ചെയ്ത് അവരിൽ നിന്നുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കാം. എന്നാൽ കുട്ടികൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കും, അവർ തുറന്നു പറയുമ്പോൾ അവരെ ശാസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മാതാപിതാക്കൾ ചെയ്യുന്ന തെറ്റാണ്. കാര്യം പിന്നീട് അവരൊന്നും തുറന്ന് പറയില്ല. ചിലപ്പോൾ അവർ പറയുന്നത് പൊട്ടത്തരം ഉണ്ടായിരിക്കാം, പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കി അത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവും കൂടെ മാതാപിതാക്കൾക്ക് വേണം. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളെ താരതമ്യം ചെയ്യരുതെന്ന് നമ്മൾ പലവട്ടം പറയാറുണ്ട്. എന്നാൽ ഇപ്പോഴും പല മാതാപിതാക്കൾ കണ്ട അവളുടെ മാർക്കുണ്ട്, അവൻ്റെ മാർക്കുണ്ട്, നിനക്ക് അത്രത്തോളം ആവാൻ പറ്റിയില്ലേ, അവന് ആ സീറ്റ് കിട്ടി, നിനക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള രീതിയിൽ ഈ കുട്ടികളെ താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് കുട്ടിയിൽ ആത്മവിശ്വാസക്കുറവുണ്ടാക്കും, മറ്റു കുട്ടിയെടുത്ത് അസൂയ ഉണ്ടാക്കും, മാതാപിതാക്കളോട് അനിഷ്ടം ഉണ്ടാക്കും. പിന്നീട് ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് പിന്നെ മാതാപിതാക്കളോട്ട് എപ്പോഴും ബോണ്ടിങ് ആക്കി വെക്കണമെന്ന് പറയാൻ പറ്റുമോ? കുട്ടിയെ നിരന്തരമായിട്ട് ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുടെ അടുത്ത് ഈ കുട്ടിയെ എപ്പോഴും ബഹുമാനിച്ചുകൊണ്ടിരിക്കണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ള കുട്ടികളാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. ചിലർക്ക് അക്കാദമിക് ലെവലിൽ നല്ല മുൻപന്തിയിലെത്താൻ പറ്റും, ചിലർക്ക് ബിസിനസ് പരമായിട്ടുള്ള രീതിയിൽ മുൻപന്തിയിലെത്താൻ പറ്റും. അവരുടെ കഴിവുകൾ ഏതാണെന്ന് കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണ്. അല്ലാതെ മറ്റൊരു കുട്ടിയായിട്ട് താരതമ്യം ചെയ്ത് അയാളങ്ങനെ ആയി ഇയാളങ്ങനെ ആയില്ല എന്നുള്ള രീതിയിൽ പരാതിയും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അത് പരസ്പരമുള്ള ആശയവിനിമയത്തിൽ തെറ്റുകളുണ്ടാക്കും. പിന്നീട് പിൽക്കാലത്ത് ശത്രുതയായി മാറാൻ ഇത് കാരണമായി തീർന്നേക്കും. എട്ടാമത്തെ കാര്യം വിശ്വാസക്കുറവ് എന്നുള്ളതാണ്. പലപ്പോഴും മാതാപിതാക്കളുടെ ചിലർക്ക് കുട്ടികളുടെ അടുത്ത് ഭയങ്കര സംശയമാണ്. ഇവൻ അല്ലെങ്കിൽ ഇവള് വഴിതെറ്റി പോകുമെന്നുള്ളത് പേടിച്ചിട്ട് എപ്പോഴും അവരുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുക, അവരുടെ ബാഗ് എപ്പോഴും പരിശോധിക്കുക, എപ്പോഴും ഒരു ഇൻസ്പെക്ഷൻ മെൻറ്റാലിറ്റിയിൽ നടക്കും. അവർക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല. ഈ കുട്ടികൾ ആകെ കൂടി പ്രശ്നത്തിലകപ്പെട്ടതുപോലെ ആയിരിക്കും. മറ്റ് കൂട്ടുകാരുടെ അടുത്ത് ചർച്ച ചെയ്യുമ്പോൾ അവരെ ഇവനെ കളിയാക്കാൻ തുടങ്ങും. എടാ നീ എന്താ പോലീസിൻ്റെ വീട്ടിലാണ് കഴിയുന്നത്, അല്ലെങ്കിൽ ജയിലിലാണ് കിടക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു തുടങ്ങും. അപ്പോൾ ഈ കുട്ടിക്ക് ആകെ കൂടി ഒരു അരക്ഷിതാവസ്ഥയും താനൊരു ബന്ധനത്തിലാണെന്നുള്ളൊരു തോന്നലുണ്ടാകും. കുട്ടികളെ നിരീക്ഷിക്കുക തന്നെ വേണം. ചിലപ്പോൾ മോശപ്പെട്ട ചില വഴികളിലൊക്കെ കുട്ടികൾ ചെന്ന് പെടാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഒരു കുട്ടിയെ മൊബൈൽ മാച്ച് പിടിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല അവൻ്റെ ബാഗുകളൊക്കെ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്നും നിർബന്ധമില്ല. പകരം കുട്ടിയിലെ ആദ്യം തെറ്റായിട്ടുള്ള വഴികൾ ഉണ്ട്, അതിങ്ങനെയൊക്കെ ഉണ്ടാവാമെന്നുള്ള ആ കാര്യങ്ങളെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇടയ്ക്കിടയ്ക്ക് സൗഹാർദ്ദപരമായിട്ട് അവൻ്റെ മൊബൈൽ ഫോണ് നമുക്ക് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയെടുക്കണം. അതൊരു അധികാര മനോഭാവത്തിൽ, പോലീസ് മനോഭാവത്തിൽ ഇൻസ്പെക്ഷന് ചെല്ലും പോലെ ആയിപ്പോരുത്. നമ്മൾ ഒരു കുറ്റാന്വേഷകനൊന്നുമല്ല, കുട്ടി കുറ്റം ചെയ്യുന്നൊരു കുറ്റവാളിയല്ല. നല്ല സൗഹാർദ്ദപരമായിട്ട് അവന് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ മൊബൈൽ തരാനോ മറ്റൊക്കെയുള്ള ഒരു അത്രയ്ക്ക് സ്പേസ് നമുക്കുണ്ടായിരിക്കണം. അതില്ലാതെ പോകുമ്പോഴാണ് എന്താ പറയുക, കുട്ടികളിൽ തന്നെ നെഗറ്റീവായിട്ടുള്ള വാഞ്ചകൾ ഉണ്ടാവുകയും അവർ മോശപ്പെട്ട വഴികളിലേക്ക് പോകും. നല്ല കൃത്യമായ പാരൻറ്റിങ് ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അവർ പരസ്പരം ചർച്ച ചെയ്തും സംവേദനം നടത്തിയും ഒരു പ്രശ്നമില്ലാതെ അവരുടെ ആ ബന്ധം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. 9ാമത്തെ കാര്യം പഠനവും അതിൻ്റെ വിജയവും തമ്മിലുള്ള സമ്മർദ്ദമാണ്. ചില മാതാപിതാക്കളുണ്ട് കുട്ടികളെ എപ്പോഴും നിരന്തരമായിട്ട് സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടിരിക്കും. നീ ഫസ്റ്റ് റാങ്ക് മേടിക്കണം, നിന്നിലാണ് എൻ്റെ പ്രതീക്ഷ, നീ ഒരു നിലയിലെത്തിയിട്ട് വേണം എൻ്റെ കാര്യങ്ങളെല്ലാം നടപ്പിൽ വരുത്താൻ എന്നൊക്കെ പറയും. കുട്ടികളുടെ മുകളിലും മുഴുക്ക പ്രതീക്ഷയും വെച്ചു കൊടുക്കും. അതിവൻ്റെ തലയിലിരുന്ന് ഭാരവും. അങ്ങനെ ഭാരം കൂടി ജീവിതം തന്നെ നശിച്ചുപോയി എത്ര കുട്ടികളെ എനിക്കറിയാം.
അവസാനം ഈ ഭാരം താങ്ങാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു പോയ കുട്ടികളെ എനിക്കറിയാം. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കപ്പാസിറ്റി ഒരുപോലെ ആയിരിക്കില്ല. എനിക്കറിയാം, ഒരു അമ്മ കുട്ടിയെടുത്ത് പറയണം, നീ ഇത്രയും മാർക്ക് മേടിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയുമെന്നാണ്. കാര്യം തൊട്ടടുത്തുള്ള ഒരു കൂട്ടുകാരിയുടെ മകളുമായിട്ട് ഈ അമ്മ ഒരു മാനസികമായിട്ടുള്ള മത്സരത്തിലാണ്. അവളെക്കാളും മുന്നിൽ കയറണം. അതിന് സ്വന്തം മോളെ 24 മണിക്കൂറും പിഴിഞ്ഞ് പഠിപ്പിക്കുക എന്ന് പറയില്ല, ആ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി അവസാനം എന്ത് പറ്റുമെന്ന് അറിയുമോ? ഒരു ദിവസം ക്ലാസ്സിലിരുന്ന് തലയുറ്റി വീണു. ഈ സമ്മർദ്ദം കയറിയിട്ടാണ് തലയുറ്റി വീണ്. പിന്നീട് ഇപ്പോഴാ കുട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാണ്. ഒരു മാനസിക രോഗിയെ പോലെ ഇപ്പോൾ കൗൺസിലിങ്ങൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുട്ടി ഇപ്പോൾ ഫുള്ളി മൈൻഡ് എല്ലാം ബ്ലോക്കായ ഒരു സ്ഥിതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ അമ്മ പറയും, ആരെങ്കിലും കൂടാത്രം ചെയ്താണോ, കണ്ണേറ് വിട്ടതാണോ എന്ന് പറഞ്ഞ് ഈ അമ്മ പരിതപിച്ചുകൊണ്ട് കിടക്കുന്നതാണ്. ഈ അമ്മയുടെ അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദം കൊണ്ട് ആ കുട്ടി ഇങ്ങനെ ആയിപ്പോയെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. ഈ അമ്മ ഇപ്പോഴും ബോധവതിയായിട്ടില്ല. പിന്നെ കുട്ടികളെ എങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മുടെ അടുത്ത് തിരിച്ചു വയ്ക്കുന്നത്. എന്ത് ബാഡ് പാരൻറ്റിംഗ് ആണിത്. കുട്ടികൾക്ക് മേൽ പ്രതീക്ഷയൊക്കെ വയ്ക്കാം, എല്ലാം വേണം. പക്ഷേ അവരെ കൊണ്ട് കഴിയുന്നതാണോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോക്കണം. അവരെ വളരാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കൂ, സമ്മർദ്ദപ്പെടുത്തായിരിക്കും. ചില പരാജയങ്ങൾ കാണുമ്പോൾ കുഴപ്പമില്ല, നമുക്കത് കയറി വരാമെന്ന് പ്രചോദനങ്ങൾ കൊടുക്കൂ, അവർ നന്നായിട്ട് വരും. ചിലപ്പോൾ ചില കുട്ടികൾക്ക് എത്ര പ്രചോദനം കൊടുത്താലും അങ്ങോട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് വരാനും പറ്റിയില്ല എന്ന് വരും. പക്ഷെ നമ്മുടെ കുട്ടിയാണ്, അതിനെ പരിഗണിച്ച് മുന്നോട്ട് പോകും. 10ാമത്തെ കാര്യം, വികാരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാത്തതെന്നാണ്. മാതാപിതാക്കൾ ചിലപ്പോൾ എന്ത് ചെയ്യുമെന്നറിയുമോ? ഒരുപാട് കഷ്ടപ്പാടുകൾ നടത്തിയിട്ടായിരിക്കും കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ, അവളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്നത്. തൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചോ താൻ ഈ പൈസ എവിടെ നിന്ന് സംഘടിപ്പിച്ചുകൊണ്ട് ഇവന് കൊടുത്തു എന്നോ ഇവക്ക് കൊടുത്തു എന്നൊന്നും പറയില്ല. കുട്ടി വിചാരിക്കുന്നത് ഈ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ കെട്ടുകണക്കിന് കാശുണ്ട്, എനിക്ക് എന്ത് ചോദിച്ചാലും ഇവർ നടത്തി തരുമെന്നുള്ള രീതിയിലാണ്. അതൊരു തെറ്റായ കാര്യമാണ്. കാര്യം കുട്ടി യാഥാർത്ഥ്യ ബോധത്തോടു കൂടി വളരാതെ ഇരിക്കുന്നതിന് കാരണം അച്ഛനമ്മമാർ തങ്ങളുടെ വിഷമതകളെക്കുറിച്ച് കുട്ടിയെ അറിയിക്കാതിരിക്കുന്നതാണ്. നമ്മൾ കാശോ മറ്റോ ഒക്കെ ചിലവാക്കുകയാണെങ്കിൽ ഇതിൻ്റെ മൂല്യത്തെക്കുറിച്ച് കുട്ടിയെടുത്ത് പറഞ്ഞു. ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കുമ്പോൾ ഇത് മൂല്യം എത്രയുണ്ട്, ഒരു കാര്യം മേടിച്ചു കൊടുക്കുമ്പോൾ ഇത്രയും മൂല്യമുണ്ട്, ഇത് ഇത്ര കഷ്ടപ്പെട്ടാലാണ് കിട്ടുക, നീ നാളെ ഇങ്ങനെ കഷ്ടപ്പെട്ടാലാണ് ഇത്രയും കാര്യങ്ങൾ കിട്ടുക എന്നുള്ളത് ഒരു പാഠമാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ചിലത് കുട്ടിയെ ഒരു മാനസിക വിഷമതയോ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന എല്ലാവർക്കും ഒരു കൊടുക്കും. കുട്ടിക്ക് ഇതിൻ്റെ യഥാർത്ഥ മൂല്യത്തെക്കുറിച്ച് അറിയില്ല. അങ്ങനെ അവസാനം എന്ത് പറ്റും? അവൻ ദൂർത്തനായി മാറും, അവൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. ഈ കുട്ടികൾ ഇവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരാനും പറ്റില്ല. ചിലപ്പം പണത്തെക്കുറിച്ചോ മറ്റോ മൂല്യമില്ലാത്ത ഒരാളായിട്ട് മാറാനും സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സദാസമയം പരാധീനതയും വേദനയും പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല. ഓരോ വസ്തുവിനും ഇന്ന മൂല്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധം കുട്ടിയിൽ കൊടുക്കുന്നത് നന്നാണ്. കാര്യം കുട്ടിക്കും മനസ്സിലാവണം, ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ച് അല്ലെങ്കിൽ ഞാൻ ഇന്ന നിലയിലെത്തുമ്പോൾ മാത്രമേ എനിക്ക് ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഈ പൈസ ഉണ്ടാക്കുന്നതിന് ഇത്രയും പാടുണ്ട്, ഈ പൈസയ്ക്ക് ഇത്രയും മൂല്യമുണ്ട് എന്നൊക്കെയുള്ള ഒരു ബോധ്യം കുഞ്ഞിൽ കിട്ടണം. അതിൽ നമ്മൾ പരാജയപ്പെട്ടാലും ഈ പരസ്പരമുള്ള ധാരണയിൽ പെശക് പറ്റാം, പിന്നീട് അത് അബദ്ധമായി എന്ന് നമുക്ക് പിൽക്കാലത്ത് തോന്നുകയും ചെയ്യാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ തലമുറകൾ തമ്മിലുള്ള വ്യത്യാസത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞു പോയ കാര്യത്തിലുണ്ടായിരിക്കും. അതിൽ ചിലത് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടാകും, ചിലത് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതേക്കുറിച്ച് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഇതിൽ പ്രതിപാദിക്കുക. ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങളിൽ ചിലതിൽ പിഴവുണ്ട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തിരുത്താമായിരുന്നു എന്നൊക്കെയുള്ളൊരു സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം. എല്ലാം നമുക്കതൊരു തുറന്ന ചർച്ചാവേദി പോലെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെയ്ക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. കാര്യം അങ്ങനെ ചെയ്യുമ്പോൾ കുറേയധികം വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാൻ കഴിയുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും കാണാം. അതൊരിക്കും ബൈ.